രുചിഭേദങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തെയും തമ്മിൽ തന്നെ ഒരുപാട് വ്യത്യാസം വന്നു അല്ലേ? ഈ പ്രഥമൻ്റെ കാര്യത്തിൽ കൊല്ലവും എറണാകുളം തമ്മിലും ഒരുപാട് വ്യത്യാസം വന്നു. അപ്പോൾ കുറച്ചും കൂടെ വടക്കോട്ട് പോയാൽ എന്തായാലും വലിയ വ്യത്യാസം കാണും. അപ്പോൾ കണ്ണൂരിൽ നിന്ന് വന്ന വലിയൊരു പാചക വിദഗ്ധൻ നമ്മുടെ അതിഥിയായിട്ട് ഈ സമാഗമത്തിൽ അതിഥിയായി ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നെത്തിയ ശ്രീ കൃഷ്ണൻ നമ്പൂതിരി, അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. കുട്ടികളുടെ പ്രിയങ്കരനായ തിരുവേരി അല്ലേ? യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഒരുപാട്. അതെ, ബാലകലോത്സവം, യൂത്ത് ഫെസ്റ്റിവൽ, സ്കൗട്ടിൻ്റെ റാലി ക്യാമ്പ് മാതിരിക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ കല്യാണ സദ്യകളൊക്കെ അത് ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതൽ ഈ വടക്ക്, അതായത് കണ്ണൂർ ഭാഗത്ത് മാത്രമേ ഉള്ളൂ, അതോ ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ വന്ന് എറണാകുളം തിരുവനന്തപുരം ഭാഗത്ത്? എറണാകുളമൊന്നും വന്നിട്ടില്ല, തിരുവനന്തപുരം ഒന്നും വന്നിട്ടില്ല. അധികം അങ്ങ് വടക്കൻ സൈഡിൽ അങ്ങോട്ടേ ഉള്ളൂ. അപ്പോൾ ഈ കണ്ണൂരത്തെ ഒരു രീതി എങ്ങനെയാണ്? കണ്ണൂരിലെ ഒരു കല്യാണ സദ്യ ആണെങ്കിൽ ഉടമസ്ഥൻ ഇന്ന നിലക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യും. ഏതുപോലെ വെച്ചാൽ സാധാരണ നിലക്ക് എരിശ്ശേരി കൂട്ടുകറി 2 തരമുണ്ട്. അതിൽ എരിശ്ശേരി വേണമെന്ന് പറഞ്ഞാൽ വറുത്തെരിശ്ശേരി പ്രത്യേകമുണ്ട്. കൂട്ടുകറി എന്ന് പറഞ്ഞാൽ ചേനയും നേന്ത്രക്കായും അതിന് പുറമേ കടല, കടലപ്പരിപ്പ് ഇതൊക്കെ ചേർത്തും കുരുമുളക് പൊടി അങ്ങനെ. മറ്റേ എരിശ്ശേരി ആണെങ്കിൽ നേന്ത്രക്കായ് തോല് കളഞ്ഞ് ചേനയും നേന്ത്രക്കായും എല്ലാം കൂടെ മുറിച്ച് അത് ശരിക്കും അതിന് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ചേർത്ത് ചേന വേറെ തന്നെ കൊട്ടയിൽ വെച്ച് വേവിച്ച് ഇങ്ങോട്ട് മാറ്റി വെക്കും. എന്നിട്ട് ശരിക്കും ചട്ടൂട്ട് വരട്ടി തേങ്ങാപ്പാൽ ചേർത്ത്, തേങ്ങ അരച്ച് ചേർക്കില്ല, വരട്ടി തയ്യാറാക്കിയിട്ട് തേങ്ങ വറവിലേക്ക് ചേനയിട്ട് ഇളക്കിയിട്ട് വൈകിട്ടും കൂടി അതിലേക്ക് മുക്കി വിടുവായി. അതാ ശരിക്കുള്ള വറുത്തരിശ്ശേരി. കൂട്ടുകറി എന്ന് പറയുമ്പോൾ അങ്ങനെ വരില്ല. എല്ലാ കഷ്ണങ്ങളും കൂടി ഒന്നിച്ച് വേവിക്കും. ഇത് ചേന, നേന്ത്രക്കായ്, കുറച്ച് നരയങ്കുമ്പളങ്ങ, കടല, കടലപ്പരിപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് അതിന് തേങ്ങയും ജീരകവും കൂടി അരച്ച് ചേർക്കും. കുറച്ച് തേങ്ങ വറുത്തിടുകയും ചെയ്യും. അതിന് എരിശ്ശേരിയും കൂട്ടുകറിയാ ചിലവ് ജാസ്തി എരിശ്ശേരിക്കാന്ന്. പിന്നെ കാളൻ ഒരു സാധാരണ സദ്യേൻ്റെ നിലക്കാണെങ്കിൽ കാളൻ ശരിക്കും കുറുക്ക് കാളനാ വേണമെങ്കിൽ ചേനയും നേന്ത്രക്കായും എടുത്ത് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അത് ശരിക്കും അതിൻ്റെ ഇടവെള്ളം വറ്റിച്ചെടുക്കണം. ആ ഇടവെള്ളം വറ്റണമെങ്കിൽ വാർപ്പെന്നോ വട്ടളെന്നോ എന്താ പറയുക ആ പാത്രത്തിൽ വെക്കണം. അലുമിനിയം പാത്രത്തിലോ കുട്ടത്തിലോ വെച്ചാൽ ശരിയാവില്ല. ശരിക്കും ഇടവെള്ളം വറ്റിച്ചെടുത്തതിൻ്റെ ശേഷം തൈരൊഴിച്ച് നല്ല ശരിക്കും കുറുക്കിയെടുക്കണത്. ശരിക്കും വെള്ളം വറ്റണം. എന്നതിൻ്റെ ശേഷം ഇത് തേങ്ങയും ചേർത്ത് വാങ്ങി വെച്ച് ഉലുവപ്പൊടി, സാധാരണ കടുമുളക് ഇതെല്ലാം വറവ് കഴിക്കും. അത് ചോറിന് മുമ്പേ കറി വിളമ്പിയാലും ഒലിച്ചു പോകില്ല. കൊതിയാവുന്നു കേട്ടിട്ട് ഇതൊക്കെ അല്ലേ? അവിടെ എങ്ങനെയാണ് സദ്യ ആദ്യം തുടങ്ങുന്നത്? എങ്ങനെ? പരിപ്പ്, പപ്പടം, നെയ്യ് വെച്ചിട്ടാണോ? ഉണ്ട്. ശരിക്കും ബ്രാഹ്മണ സദ്യേൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ചുരുങ്ങിയത് 5 പ്രാവശ്യം ചോറ് വിളമ്പണം എന്നാ പറയുക. അയ്യോ, അത് വിളമ്പുന്നത് കുറച്ചേ ഉണ്ടാവുള്ളൂ, ഒരു ഉരുളക്കില്ല. ചിലരിത് കാണുമ്പം തന്നെ അയ്യോ വിശക്കുന്നല്ലോ വേറിയിടം പോടല്ലോ എന്ന് പറഞ്ഞു പോകും. ആദ്യം ചോറ് ഇലേൻ്റെ വലത്ത് ഭാഗത്ത് താഴെയായിട്ട് ചോറ് എപ്പോഴും അവിടെയാണ് വിളമ്പുക. കുറച്ച് വിളമ്പ്, അതിന് നെയ്യ്, പരിപ്പ്, ബാക്കി തൊടുകടികളെല്ലാം വിളമ്പിയിട്ടുണ്ടാവും. ഇത് എരിശ്ശേരി, പിന്നീട് ഓലൻ, അവിയൽ, കാളൻ, പുളിയിഞ്ചി, നാരങ്ങാക്കറി, കടുമാങ്ങ, പച്ചടി തന്നെ പലതരവും ഉണ്ടാവും. ഏതുപോലെ വെച്ചാൽ കുമ്പളങ്ങ പച്ചടി, കൈപ്പക്ക പച്ചടി, പിന്നെ ഈ ഉണ്ണിത്തണ്ട് എന്നോ വാഴപ്പിണ്ടി എന്നോ എന്താ പറയുക, വാഴപ്പിണ്ടി, അത് വളരെ ചെറുതായിട്ട് മുറിച്ച് അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് അത് തൈര്, പച്ചമുളകൊക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ട് അതും പ്രത്യേകം ഉണ്ടാവും. ഇങ്ങനെ പച്ചടികൾ 3-4 തരം ഉണ്ടാവും. പിന്നെ പുളിയിഞ്ചി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകത ഉണ്ട്. ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് വറവ് കഴിച്ച് വാളംപുളിയൊക്കെ ചേർത്തിട്ട്, അതെ, വാളംപുളിയൊക്കെ ചേർത്തിട്ട് അങ്ങനെയുണ്ട്. അപ്പോൾ ഈ തൊടുകടികളെല്ലാം വിളമ്പിയിട്ടുണ്ടാവും. ഊണ് തുടങ്ങുമ്പോൾ ആദ്യം നെയ്യ്, പരിപ്പ്, കുറച്ച് ചോറ് വിളമ്പുക. അത് ഈ വലത്തെ ഭാഗത്ത് നിന്ന് ഊണ് കഴിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് ചോറെടുത്തു. അപ്പോൾ ഈ കറികളൊന്നും തൊടാൻ പാടില്ല. കറികളൊന്നും നെയ്യ് പരിപ്പിന് തൊടാൻ പാടില്ല. ഇത് ഓരോ തരത്തിലുള്ള രുചിയാണ് ഇതിന് ഓരോന്നും. അന്നേരം ഈ കറികൾ പിന്നെ അല്ല വാരി കൂട്ടുന്നവരും ഉണ്ട്. ശരിക്കും പറയാൻ നെയ്യ് പരിപ്പ് കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ ബാക്കിയുള്ള കറികളെല്ലാം ഉപയോഗിക്കാതെ. ആ നെയ്യ് പരിപ്പിന് കഴിഞ്ഞാൽ രണ്ടാമത് ചോറെടുത്തു. സാമ്പാർ, കാളൻ കുറച്ച് ലൂസാണെങ്കിലും ഇനി അല്ലെങ്കിൽ കുറച്ച് കാളിനാണെന്ന് കുറച്ച് കാളിനും ആ ചൂടോട് കൂടിയുള്ള ഓലിനും വിളമ്പിയാൽ അതൊരു പ്രത്യേക രുചിയാണ്. സാമ്പാറിൻ്റെ കൂടെ സാമ്പാർ കഴിഞ്ഞതിക്കൽ കാളൻ, കാളനും ഓലിനും കൂട്ടി ഊണ് കഴിക്കാൻ പ്രത്യേകം. അപ്പോൾ നെയ്യ് പരിപ്പിനൊരു തവണ, സാമ്പാറിനൊരു തവണ. സാമ്പാറിൻ്റെ കറികൾ എന്തൊക്കെയാണ്? സാമ്പാറിന് കഷ്ണങ്ങൾ അല്ല, സാമ്പാർ ഒഴിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ കറി എടുക്കാം? അവിയലൊക്കെ എടുക്കാം. പിന്നെ കുറേശ്ശെ എല്ലാ കറികളൊന്നും ഒരറ്റത്ത് നിന്ന് തുടങ്ങാം. എരിവ് വേണമെങ്കിൽ ഈ പറഞ്ഞ കടുമാങ്ങയോ പുളിയിഞ്ചിയോ നാരങ്ങയോ അച്ചാറോ ഇതൊക്കെ ഉപയോഗിക്കണം. ഇങ്ങുള്ള ഈ എരിശ്ശേരിയോ ഓലിനോ ഇതിനൊന്നും എരിവും ഉണ്ടാവില്ല. കുരുമുളക് പൊടി കുറച്ച് ഇടുകയേ ഉള്ളൂ ഇതിന്.
എണ്ണത്തിന് മാത്രം ഒരു 4 പച്ചമുളക് കീറിയിടുന്നേ ഉള്ളൂ ഓലിന്. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഏറ്റവും വിളയും ഇളവൻ കുമ്പളങ്ങ മുറിച്ച് തയ്യാറാക്കി കുറച്ച് പച്ചപ്പയറും ചേർത്താണ് ഓലൻ. അപ്പോൾ ആദ്യം നെയ്പരിപ്പ്, രണ്ടാമത് സാമ്പാറിനുള്ളത്, കാളിനുള്ളത്. ഇത് കഴിഞ്ഞാൽ രസം കഴിഞ്ഞേക്കിൽ പ്രഥമൻ എന്താണെന്ന് വെച്ചാൽ അത്. ഇത് കഴിഞ്ഞാൽ വയ്യാന്ന് മോര് അല്ലെങ്കിൽ തൈര് ഇത് കൂട്ടുള്ളൂ. അപ്പോൾ 5 തവണ ചോറായി. എന്നാൽ സാധാരണ ചിലതിക്കലൊന്നും ഈ മോര് പ്രഥമന് മുമ്പല്ല ഉപയോഗിക്കും അല്ലേ. മോര് കഴിഞ്ഞതിന് ശേഷമാണ് ചിലതിക്കലൊക്കെ പ്രഥമന് ഉപയോഗിക്കുന്നത്. പക്ഷേ ബ്രാഹ്മണ സദ്യൻ്റെ അടിസ്ഥാനത്തിൽ രസം കഴിഞ്ഞ് പ്രഥമൻ കഴിഞ്ഞതിൻ്റെ ശേഷം മോര് കൂട്ടിയാൽ വയറ്റിനാകെ വളരെ ഒരു ഗുണം കിട്ടും എന്നാണ് പറയുന്നത്. ആ ഒരു ദഹനശക്തിയും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ പാചകം ആര് ചെയ്താലാണ്? ആണുങ്ങൾ ചെയ്താലാണോ കൂടുതൽ രുചികരമാവുന്നത്, പെണ്ണുങ്ങൾ ചെയ്താലാണോ? അതോ അതിന് പ്രത്യേകം ഒരു കൈപ്പുണ്യം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ആര് ചെയ്താലും ആ ഒരു യോഗം ഈശ്വരാധീനം ഉണ്ടെങ്കിൽ അത് അയാൾക്ക് ഗുണം കിട്ടും. പിന്നെ ഈ സദ്യ വട്ടമല്ലാണ്ട് അവിടെ ചില അമ്പലങ്ങളിലൊക്കെ ഈ കഞ്ഞിയും പുഴുക്കും എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടല്ലോ കണ്ണൂർ ഭാഗത്തൊക്കെ. അതിനെ പറ്റി ഒന്ന് പറയാം, കഞ്ഞിയുടെ ഒരു വിശേഷം ഒന്ന് പറയാം. കഞ്ഞിക്കുള്ള കറി സാധാരണ പറയാന്ന് വെച്ചാൽ വന്നി, പുഴുക്ക്, കായ്വട്ടൻ, തേങ്ങാപ്പൂള്, ഈ പറഞ്ഞ ഇത് അതിന് കിച്ചടി എന്നും പറയും, പെരക്ക് എന്നും പറയും. ഈ ഉണ്ണിക്കാമ്പ് ഉണ്ടല്ലോ, പെരക്ക് എന്നും പറയും ചിലർ, കിച്ചടി എന്ന് പറയും. ഈ ഉണ്ണിത്തണ്ട് കൊണ്ടുള്ള ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുള്ള പപ്പടം, തേങ്ങാപ്പൂള്, ഇതൊക്കെയാണ് ആ കഞ്ഞിക്കുള്ള. ഇവിടെ അത് ഈ വൈശാഖ മാസമാണ് ഇതിന്. അതെ, ഇവിടെ പുഴുക്കെന്ന് പറയുമ്പോൾ എല്ലാ കഷ്ടമുണ്ടോ അതിന്? ഇല്ല, ഇത് അങ്ങനെ ഇടില്ല. പുളിയിഞ്ചി തയ്യാറാക്കുന്നത് എങ്ങനെ? പുളി സാധാരണ ഇഞ്ചി ഏറ്റവും ചെറുതായിട്ട് മുറിക്കുക, പച്ചമുളകും ചെറുതായിട്ട് മുറിക്കുക. അതിനുശേഷം കടുക്, മറ്റേ മുളക്, കരിവേപ്പില ഇതെല്ലാം കൂടെ വറവ് കഴിഞ്ഞ് ഇത് ഈ ഇഞ്ചിയും പച്ചമുളകും അതിലിട്ട് നല്ല ശരിക്ക് ചുവക്കെ വറക്കണം. വറുത്തതിൻ്റെ ശേഷം പുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കുക. വാളംപുളി പുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ച് അതിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ശർക്കര ഇതെല്ലാം ഇട്ട് ഏതാണ്ട് വിളമ്പിയാൽ ഒഴിച്ചു പോകാത്ത വിധത്തിൽ കുറുകി വന്നാൽ അതെടുക്കാം. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അന്നേരമായി. ഈ സാധാരണഗതിയിൽ മനുഷ്യൻ്റെ ഒരു പോരായ്മയായിട്ട് പറയും, ഇപ്പം ദൈവം 100 പേരെ സൃഷ്ടിച്ചാൽ 100 പേർക്ക് 100 നിറമായിരിക്കും, 100 മുഖച്ഛായയായിരിക്കും, 100 സ്വഭാവമായിരിക്കും, എല്ലാം 100 തരത്തിലായിരിക്കും. പക്ഷേ മനുഷ്യനെ കൊണ്ട് ഈ 100 പേർക്ക് 100 പേരിടാൻ പോലും പറ്റില്ല. അതിൽ രാമകൃഷ്ണൻ തന്നെ ഒരു 20 എണ്ണം കാണും, ചിലപ്പോൾ മുഹമ്മദ് തന്നെ 12 എണ്ണം കാണും. അതാണ് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു ഏറ്റവും വലിയൊരു ന്യൂനതയായിട്ട് പറയുന്നത്. പക്ഷേ കൊല്ലം മുതൽ കണ്ണൂർ വരെ എടുത്തപ്പോഴുള്ള രുചിഭേദങ്ങളുടെ ഒരു വ്യത്യാസം നോക്കണം അല്ലേ. അതിൽ എത്ര തരത്തിലുള്ള രുചികൾ ഉണ്ടാക്കാനാണ് മനുഷ്യന് കഴിവുള്ളത്, എത്ര രുചികളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വരുമ്പോൾ തന്നെ തർക്കം വരുന്നത്. ഇതാണ് രുചിഭേദങ്ങളുടെ സമാഗമം എന്ന് പറയുന്നത്.